മഹാനായ ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദ് 1964 വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജ് തമിഴ്നാട്ടിൽ നിന്ന് ഉന്നത പഠനം വാഗ്ദവി റാങ്കോടുകൂടെ പാസ്സായി ഇവിടെ വന്നു. 11 കൊല്ലം ദറസി ലോകത്ത് അജീയരായ വലിയ വലിയ പ്രതിഭകളെ, മരിച്ചുപോയ അണ്ടോൺ ഉസ്താദ്, സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ചെറിയ ഉസ്താദ് പോലുള്ള ധാരാളം പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ മികവും തികവും കഴിവും മനസ്സിലാക്കി 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ 1974 സമസ്തകളുടെ ജമിയത്തുൽ ഉലമ മുശാവറ മെമ്പറായി. 1 വർഷം കഴിയുമ്പോഴേക്ക് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ റഈസ് ഉലമ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം വഹിക്കുന്ന സമസ്തയിൽ സെക്രട്ടറിയായി. അതേ വർഷം തന്നെ SYSന്റെ ജനറൽ സെക്രട്ടറിയായി, ആക്ടിംഗ് സെക്രട്ടറിയായി. മർഹൂം കെ ഹസൻ മുസ്ലിയാർ പ്രസിഡന്റായി. ഹസൻ മുസ്ലിയാരെയും പ്രസിഡന്റ് മർഹൂം ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദിനെ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന വലിയ മഹാനും സൂഫിയും വലിയുമായിരുന്ന പ്രിയപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരാണ് ഈ കാര്യത്തിൽ ഈ പദം SYSന്റെ ജനറൽ സെക്രട്ടറി എന്നത് ഏൽപ്പിച്ചത് എന്ന് എന്റെ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 1975 തൊട്ട് 89 വരെ സെക്രട്ടറിയായും 89 തൊട്ട് ജനറൽ സെക്രട്ടറിയായി 1/2 കാലം സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി നേതൃത്വം വഹിച്ച ഒരു പണ്ഡിതൻ സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിലില്ല എന്നത് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. മാത്രമല്ല, രണ്ടാമതായി റഈസുൽ ഉലമ മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം വഹിച്ചിരുന്ന സമസ്തയിൽ മെമ്പറായിരുന്ന ഏക വ്യക്തിത്വം മഹാനായ കാന്തപുരം ഉസ്താദാണ്, നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ അതേ വയസ്സോളം അടുത്തു നിൽക്കുന്ന ഏക പണ്ഡിതൻ മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദാണ് എന്നത് ഒരാൾക്കും എതിർക്കാൻ കഴിയുകയില്ല.